എന്താണ് ദൈവക്രോധം എന്ന് പറയുന്നത്? ദൈവക്രോധത്തിന്റെ ഒരു അടയാളം നിങ്ങൾക്ക് കാണണോ? ഇതാണ് ആ അടയാളം. മനുഷ്യൻ ചെയ്ത പാപത്തിന് നേരെ ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം അതിന്റെ വട്ടുവരെ ഊറ്റിക്കുടിച്ചതിന്റെ അടയാളമാണ്, രൂപമാണ് ഈ കുരിശ്. കുരിശ് മരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുണയാണോ നീതിയാണോ? സംശയമുണ്ട്. ഈ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ നീതിയെയാണോ കരുണയെയാണോ? ഇത് കരുണയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഇതാദ്യമായി കരുണയല്ല, ഇതാദ്യമായി നീതിയാണ്. എന്താണ് നീതി? മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന ദൈവത്തിന്റെ നീതിയാണ് ഈ കുരിശ്. മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ലെങ്കിൽ ഈ കുരിശ് മരണത്തിന് അർത്ഥമില്ല. ദൈവത്തിനെല്ലാം സാധ്യമായ ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞ് മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റാൻ പാടില്ലേ? ഇല്ല. കാരണം എന്താണ്? ദൈവം നീതിയാണ്. നീതിയായവൻ പാപത്തിന് ശിക്ഷ വിധിച്ചിട്ടേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കൈയടിച്ച് നന്ദി പറയാം. അപ്പോ കുരിശ് കാണുമ്പോ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്റെ പാപത്തിന് ശിക്ഷയുണ്ടെന്നാണ്. അതിനുശേഷം ഒരു കാര്യം ഓർക്കാം, എന്റെ പാപത്തിന് ശിക്ഷയുണ്ടെങ്കിലും ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപമായി മാറി. പാപമില്ലാത്തവനെ അവിടെ നിന്ന് പാപമാക്കി മാറ്റി. 2 Corinthians 5:20 അഭിഷേകം.